യൂറോപ്പ് ആഗ്രഹിച്ചിട്ടാണ് നിങ്ങൾ റഷ്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റഷ്യയിൽ വന്നിട്ട് യൂറോപ്പിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 100% ഫേക്കാണ്. നിങ്ങൾ പോയി പെടണ്ട. അത് ഒരിക്കലും നിങ്ങൾക്ക് റഷ്യയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് യൂറോപ്പിലേക്ക് ഇപ്പോൾ മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. 150% നിങ്ങൾക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ നിങ്ങൾക്ക് അത്രയും കോൺഫിഡൻസോട് കൂടിയാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത്. നിങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും വാക്കുകൾ വിശ്വസിച്ചിട്ട് വെറുതെ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാതിരിക്കുക. അപ്പോൾ എല്ലാവർക്കും മല്ലു ലൈഫ് ഇൻ റഷ്യ എന്ന പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഹായ് ഗൈസ്, എൻ്റെ പേര് ജാസ്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരുപാട് ആൾക്കാരുടെ ആഗ്രഹമാണ് മൈഗ്രേറ്റ് ചെയ്യാൻ അതായത് നാറ്റോ രാജ്യങ്ങളിലേക്ക്, യൂറോപ്യൻ കൺട്രീസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാന്നുള്ള ഒരുപാട് പേർക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഭയങ്കര സെറ്റിൽ ആവാൻ, അടിച്ചു പൊളിച്ച് ജീവിക്കുക, ലൈഫൊക്കെ ഭയങ്കര അടിപൊളിയാണെന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അത് പലർക്കും ഉള്ള ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. യൂറോപ്പ് എന്ന് പറഞ്ഞ രാജ്യം ഇപ്പോൾ നിങ്ങൾക്കറിയാം, സാമ്പത്തികമായിട്ട് ഒന്നാമത് നല്ല രീതിയിൽ ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ്. നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് ഒരു കാര്യമില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് സാങ്ഷനാണ്. റഷ്യക്കെതിരെ ഇവർ സാങ്ഷൻ ചെയ്തു. അത് യൂറോപ്പിനെ തന്നെ ബാധിച്ചു. യൂറോപ്പിൻ്റെ അവസ്ഥ വളരെയായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ യൂറോപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾക്കറിയാം, എക്കണോമി പരമായാലും എല്ലാ രീതിയിലും യൂറോപ്പ് നല്ല രീതിയിൽ തകർന്നുകൊണ്ടിരിക്കുന്നു. യൂറോപ്പിൽ ഒന്നാമത് റിഫ്യൂജീസ് ഭയങ്കരമായിട്ട് കൂടുതലാണ്. യൂറോപ്പിൽ അമിതമായ റിഫ്യൂജീസാണ്. അതായത് ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന്, ഇപ്പോൾ തജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം അഫ്ഗാനിസ്ഥാൻ, ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ഒരുപാട് റിഫ്യൂജീസ് യൂറോപ്യൻ രാജ്യങ്ങളിൽ വളരെയധികം കൂടുതലാണ്. അപ്പോൾ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ, ഇപ്പോൾ ഈ റിഫ്യൂജികളെ എങ്ങനെയെങ്കിലും അവിടുന്ന് നാട് കടത്താൻ, ഡീപ്പോർട്ട് ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ് യൂറോപ്യൻ കൺട്രീസ്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് യൂറോപ്പിലേക്ക് ഇത്രയൊക്കെ പൈസ മുടക്കിയിട്ട് പോയിട്ട് നിങ്ങൾക്ക് അവിടെ ഒരു മാന്യമായ ശമ്പളത്തോടുള്ള ജോലിയൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. അത്ര പെട്ടെന്നൊന്നും നിങ്ങൾക്ക് കിട്ടത്തില്ല. അതൊക്കെ വെറുതെ തെറ്റിദ്ധാരണ മാത്രമാണ്. ഒരു റെക്കമെൻഡേഷനോ അല്ലാതെ നിങ്ങളുടെ ആരെങ്കിലും കസിനോ ആരെങ്കിലും റെക്കമെൻഡേഷനോ ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പണ്ടത്തെ പോലെ ജോലിയും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ഹാർഡ് വർക്കായിരിക്കും യൂറോപ്യൻ രാജ്യങ്ങൾ. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നല്ല. നമ്മൾ ഇന്ത്യ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള രാജ്യം. എല്ലാം കൊണ്ട് അടിപൊളി ഇന്ത്യ തന്നെയാണ്. പക്ഷേ ഇന്ത്യയിലെ ജോബ് സാധ്യത ജോബ് കിട്ടാനും അതുപോലെ തന്നെ എന്താ പറയുക, നമുക്ക് സാലറി, നല്ല ഹൈ സാലറി ഒന്നും ഇവിടെ ഇന്ത്യയിൽ കിട്ടത്തില്ല. പക്ഷേ ജോലി കിട്ടാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ജോലി കിട്ടിയ ആൾക്കാർ മാത്രമേ ഇവിടെ രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. പിന്നെ എന്നാലും ജോലി കിട്ടിയ ആൾക്കാർക്കും വലിയ ശമ്പളമൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ആൾക്കാരും മൈഗ്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മറ്റു രാജ്യങ്ങളിലേക്ക്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നല്ല രീതിയിൽ ട്രാപ്സ് നടക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഒന്നുകൊണ്ട് നിങ്ങൾക്ക് ഹൈ സാലറിയാണ്, നല്ല അടിപൊളി എൻജോയ് ലൈഫാണ്, 6 മണിക്കൂർ വർക്കാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് വലിയൊരു ശമ്പളമൊക്കെ പറയാം, 2 ലക്ഷം 2.5 ലക്ഷം രൂപയാണ് ഒരു മാസം ശമ്പളം. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വളരെ രീതിയിൽ പ്രൊമോട്ട് ചെയ്തുകൊണ്ടുള്ള വീഡിയോസും അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് ഈ കാര്യങ്ങൾ പറഞ്ഞു. എങ്ങനെയാണ് ബ്രോ റഷ്യയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റുമോ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക്? അതല്ലേ കുറച്ചും കൂടി ബെറ്റർ. റഷ്യയെക്കാളും മികച്ച രാജ്യമല്ല യൂറോപ്പ്. എന്തുകൊണ്ട് നിങ്ങൾ യൂറോപ്പ് ഇത്രയും മികച്ച രാജ്യമെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? യൂറോപ്പിൻ്റെ എന്താ പറയുക, യൂറോ ആണ് അവർ ഉപയോഗിക്കുന്നത്. യൂറോ ഉപയോഗിച്ചാൽ നമ്മുടെ രാജ്യത്തിൻ്റെ കറൻസിയേക്കാളും അതിൻ്റെ വാല്യൂ കൂടുതലാണ്. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. യൂറോ എന്ന് പറഞ്ഞ കറൻസി നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അതിൻ്റെ വാല്യൂ അനുസരിച്ചുള്ള ശമ്പളം നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഒരു 50,000 60,000 ഒക്കെ കിട്ടത്തുള്ളൂ. അതിൽ നിങ്ങൾ എക്സ്പെൻസ് ഒരു 1 ലക്ഷം തന്നെ കൂട്ടിക്കോ. 1 ലക്ഷം തന്നെ കൂട്ടിക്കഴിഞ്ഞാൽ യൂറോപ്പിൽ നിങ്ങൾ എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി എക്സ്പെൻസാണ്. നിങ്ങൾക്ക് ഒരിക്കലും താങ്ങാൻ പറ്റാത്ത എക്സ്പെൻസ് ആയിരിക്കും യൂറോപ്പിൽ. GST അതുപോലെ തന്നെ അവരുടെ ടാക്സ് എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നിങ്ങളുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല. എൻ്റെ സുഹൃത്ത് സ്പെയിനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പുള്ളി തന്നെ പറയുന്നത്, ഒരു കാര്യമില്ല ഇവിടെ വന്നിട്ട് വെറുതെ ഞാൻ വന്ന് പെട്ടുപോയി ബ്രോ. പിന്നെ അതുപോലെ തന്നെ സ്പെയിനിൽ അവൻ 5 വർഷത്തോളം അവിടെ വർക്ക് ചെയ്യാണ്. അവിടെ ഒരു റിഫ്യൂജി എന്നുള്ള രീതിയിൽ അന്ന് ഞാനൊക്കെ എൻ്റെ കൂടെ ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായതാണ് പുള്ളി. അപ്പം നമ്മൾ ഒന്നിച്ച് വർക്ക് ചെയ്ത സമയത്ത് പുള്ളിക്ക് ഒരു ഓപ്പർച്യൂണിറ്റീസ് കിട്ടി. പുള്ളി അങ്ങനെ യൂറോപ്പിലേക്ക് കയറിപ്പോയതാണ്. എൻ്റെ പല വീഡിയോസും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പുള്ളി തന്നെ എൻ്റെ അടുത്ത് പറയാനുണ്ട്, ബ്രോ യൂറോപ്പിലേക്ക് വരുന്നവരോട് പറയാ, ഇവിടുത്തെ അവസ്ഥ വളരെ ദയനീയമാണ്, ഇവിടെ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക, ഇവിടെ വന്നു കഴിഞ്ഞാൽ പെട്ടുപോകും. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഹൈ സാലറിയോട് കൂടിയിട്ടുള്ള ജോബ് നിങ്ങൾക്ക് കമ്പനി ഓഫർ ലെറ്ററോ കാര്യങ്ങളോ കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം. കാരണം ഏജൻസികളെയും മറ്റേ ഇങ്ങനെ വാഗ്ദാനങ്ങൾ കേട്ടിട്ട് നിങ്ങൾ വരാതിരിക്കാമെന്നാണ്. യൂറോപ്യൻ രാജ്യങ്ങളിലെ അവസ്ഥയിൽ അവിടെയുള്ള ഒരു സിറ്റിസൺ എന്നല്ല, അവൻ നോർമലി ഒരു റിഫ്യൂജി ആയിട്ട് അവിടെ നിൽക്കുന്ന ആളാണ്. അവർ പറയുന്നത് ഒരുപാട് ഭയങ്കര കഷ്ടപ്പാടാണ്, അവിടെ ജോലിയൊന്നും പ്രോപ്പർ കിട്ടുന്നില്ല എന്നൊക്കെയാണ് അവൻ പറയുന്നത്. അപ്പം എനിക്ക് പറയാനുള്ളത്, പലർക്കും റഷ്യയോടൊരു പുച്ഛമാണ്, റഷ്യ എന്ന രാജ്യത്തോട്. കാരണം വെച്ചാൽ റഷ്യയുടെ രാജ്യത്ത് കറൻസിൻ്റെ വാല്യൂ കുറവല്ലേ, അതെങ്ങനെയാണ് ബ്രോ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുക? പിന്നെ എന്തിനാണ് റഷ്യ പോകേണ്ട ആവശ്യം? റഷ്യ എന്ന രാജ്യത്ത് നിങ്ങൾ കറൻസിൻ്റെ വാല്യൂ നോക്കണ്ട.
റഷ്യൻ്റെ സ്റ്റാൻഡേർഡായിട്ട് റഷ്യ നിൽക്കുന്നതിൻ്റെ രാജ്യം ഇത്ര രാജ്യങ്ങൾ റഷ്യക്കെതിരെ സാങ്ഷൻ ഏർപ്പെടുത്തിയിട്ടും റഷ്യക്ക് അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ റഷ്യൻ്റെ പവർ അത്രയും പവറുള്ളതാണ്. റഷ്യക്ക് വേറെ രാജ്യത്തെ ആശ്രയിക്കേണ്ട ഒരു കാര്യമില്ല. റഷ്യൻ്റെ എക്കണോമി, റഷ്യ എന്ന രാജ്യത്തിൻ്റെ എക്കണോമി അത്യാവശ്യം നല്ല ഹൈ സ്റ്റാൻഡേർഡ് ലെവലാണ് അതിൻ്റെ എക്കണോമി. കാരണം റഷ്യ സ്വയം പര്യാപ്തം ഒരു രാജ്യമാണ്. ഓൾറെഡി റഷ്യയിൽ റിസോഴ്സും അതുപോലെ തന്നെ റിസോഴ്സ് ആയാലും എല്ലാ തരത്തിലും റഷ്യക്ക് എല്ലാ കാര്യങ്ങളും അവിടെ റഷ്യൻ്റെ അകത്ത് തന്നെയുണ്ട്. റഷ്യക്ക് മറ്റൊരു രാജ്യത്തെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു സാങ്ഷൻ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയൊക്കെ വേറൊരു രാജ്യത്തിനെതിരെ സാങ്ഷൻ നടത്തുകയാണെങ്കിൽ ആ രാജ്യത്തിന്റെ കാര്യത്തിൽ തീരുമാനമായി ഉറപ്പാണ്. കാരണം റഷ്യ ഇത്ര അധികം സാങ്ഷനായിട്ടും റഷ്യന്റെ എക്കണോമിയിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. റഷ്യന്റെ ഇംഗത്തിന്റെ പകുതിയോളം ഡിഫൻസ് സിസ്റ്റത്തിന് വേണ്ടിയിട്ട് റഷ്യന്റെ ഡിഫൻസ് സിസ്റ്റത്തിന് വേണ്ടിയിട്ടാണ് അവർ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് അറിയായിരിക്കും. കാരണം എന്നിട്ടും റഷ്യയുടെ ഇത്രയും രാജ്യങ്ങൾ നമുക്കൊന്നും അത് താങ്ങാൻ പറ്റില്ല വേറൊരു രാജ്യത്തിനൊന്നും. കാരണം റഷ്യക്ക് അത്രയും പവറുള്ള രാജ്യമായത് കൊണ്ട് മാത്രമാണ് റഷ്യ പിടിച്ചേക്കുന്നത്. എന്നിട്ട് ഇനിയിപ്പം ഇത്രയും കാലം യൂറോപ്പും ഇപ്പം നമ്മൾ വിചാരിക്കുന്ന ഈ ഉക്രൈൻ്റെ പ്രശ്നങ്ങൾ മാത്രമാണ്, അല്ല, യൂറോപ്പും അമേരിക്കയും ഇത്രയും രാജ്യങ്ങളൊക്കെ റഷ്യക്കെതിരെ സാങ്ഷൻ ഏർപ്പെടുത്തിയിട്ടും റഷ്യൻ്റെ പവർ കൊണ്ടും റഷ്യൻ്റെ എക്കണോമി ഡെവലപ്പും റഷ്യ എന്ന കാര്യത്തിൽ റിച്ചസ്റ്റ് കൺട്രി ആയതുകൊണ്ടും മാത്രമാണ് റഷ്യ അതിനെതിരെ പ്രതിരോധിക്കാനും റഷ്യക്ക് പിടിച്ചേക്കാനും പറ്റുന്നത്. മനസ്സിലായില്ല? അത്രയും റഷ്യക്ക് മറ്റു രാജ്യത്ത് നിന്ന് ഇമ്പോർട്ടൻറ്റ് സാധനങ്ങൾ ഇമ്പോർട്ടൻറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. റഷ്യൻ്റെ അകത്ത് തന്നെ എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. ഡൊമസ്റ്റിക് ആയിട്ട് റഷ്യൻ ഡൊമസ്റ്റിക് വാല്യൂം കാര്യങ്ങളൊക്കെ അതായത് റഷ്യൻ്റെ അകത്തുള്ള കാര്യങ്ങൾ ഇന്റർനാഷണലായിട്ട് റഷ്യക്ക് മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കേണ്ട ആവശ്യം വരുന്നില്ല. കൂടുതലും എല്ലാ കാര്യങ്ങളും റഷ്യ തന്നെയുണ്ട്. പിന്നെ നമ്മളെ ഇന്ത്യ തന്നെ ഒരുപാട് ഇന്ത്യ റഷ്യയുടെ ഒരു അടുത്തൊരു റിലേഷനുമായിട്ട് ബന്ധമുള്ള ഒരു രാജ്യം കൂടിയാണ്. അപ്പോൾ ഇന്ത്യ നമുക്ക് ഒരുപാട് ഓയിലും കാര്യങ്ങളും റഷ്യയുടെ നിന്ന് വാങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ റഷ്യൻ്റെ എക്കണോമിയിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളും ഇല്ല. റഷ്യക്ക് എത്രയും വില കുറച്ച് കൊടുത്തു കഴിഞ്ഞാലും റഷ്യക്ക് അത് ലാഭം തന്നെയാണ്. കാരണം അത്രയും തീരാത്തത്ര എണ്ണയും കാര്യങ്ങളൊക്കെ റഷ്യയിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ റഷ്യക്ക് അതുകൊണ്ടൊക്കെയാണ് റഷ്യ പിടിച്ചേക്കുന്നത്. അതുപോലെ തന്നെ റഷ്യൻ്റെ ഡിഫൻസ് സിസ്റ്റം നല്ല സ്ട്രോങ് ആണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ യൂറോപ്പിൻ്റെ ആഗ്രഹങ്ങളായിട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ യൂറോപ്പിൽ പോകേണ്ട ഒരു ആവശ്യമില്ല. റഷ്യയിൽ വന്നാൽ മതി. നിങ്ങൾ യൂറോപ്പിൽ റഷ്യക്ക് ഒന്ന് തന്നെയാണ്, സെയിം ആണ്. അവിടുത്തെ ക്ലൈമറ്റും ഇവിടുത്തെ ക്ലൈമറ്റും റഷ്യയുടെ ക്ലൈമറ്റൊക്കെ നിങ്ങൾ റഷ്യ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് യൂറോപ്പിൽ പോകേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അമേരിക്കയുടെ ഒരു ഭാഗവും യൂറോപ്പിൻ്റെ ഒരു ഭാഗവും ചേർന്നുള്ള സ്ഥലമാണ് റഷ്യ. റഷ്യ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ രാജ്യത്തിൻ്റെയും പല രാജ്യത്ത് പോയിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവും. റഷ്യ ഒരു ചെറിയൊരു വേൾഡാണ്. അത്രയും റഷ്യയിലെ എല്ലാ സംഭവങ്ങളും ഓൾറെഡി റഷ്യയിലുണ്ട്. അപ്പോൾ നിങ്ങൾ പോയ ആൾക്കാർക്ക് മനസ്സിലാവും. ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും റഷ്യൻ്റെ സ്റ്റാൻഡേർഡ് എത്രത്തോളം. മോസ്കോയിലൊക്കെ പോയി കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവും. പക്ഷേ ഞാനൊരു കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, റഷ്യയിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാലറിയും നല്ലൊരു നല്ലൊരു ഇൻകം നിങ്ങൾക്ക് ഉണ്ടാവണം. അടിച്ചു പൊളിച്ച് ജീവിക്കാമെന്നും പറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ഇൻകം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലും മാത്രം അടിച്ചു പൊളിച്ച് റഷ്യയിൽ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഒന്നും റഷ്യയിൽ നിങ്ങൾക്ക് അടിച്ചു പൊളിച്ചൊന്നും ജീവിക്കാൻ പറ്റില്ല. അപ്പം ഈ കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിച്ചു. കാരണം എന്താ വെച്ചാൽ ഒരുപാട് പേർക്ക് പല തെറ്റിദ്ധാരണകളുണ്ട്. റഷ്യൻ്റെ വാല്യൂ കുറവല്ല, പിന്നെ ഇങ്ങനെ പിടിച്ചേക്കാൻ പറ്റുക, റഷ്യൻ്റെ വാല്യൂ ഇപ്പം കുറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അത് കുറഞ്ഞുകൊണ്ടും കൂടിക്കൊണ്ട് നിൽക്കും. അതിപ്പം ഏത് രാജ്യത്തിന് ഇപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ നിങ്ങൾക്കറിയാം എന്തൊക്കെ സംഭവങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് റഷ്യൻ്റെ വാല്യൂ വലിയ രീതിയിലൊന്നും കുറഞ്ഞിട്ടില്ല, കുറയുന്നുണ്ട്. അത് കുറയും കൂടിയും ചെയ്യും, അത് പീക്കിലെത്തും. നേരത്തെ ഈ സമയം ഇങ്ങനെ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് റഷ്യൻ്റെ വാല്യൂ ഹൈ പീക്കിലെത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് ഇടിഞ്ഞു. അത് നമുക്ക് പറയാൻ പറ്റില്ല. അതിൻ്റെ ചെറിയ ഒരു മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരും. അപ്പോൾ അത് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. പക്ഷേ റഷ്യയിൽ നമുക്ക് ഒരാൾക്ക് നോർമൽ ഒരു 1000 രൂപക്ക് പണിയെടുക്കുന്ന ഒരാൾക്ക്, ഇന്ത്യയിൽ പണിയെടുക്കുന്ന ആൾക്ക് ആ പണി എടുത്തു കഴിഞ്ഞാൽ റഷ്യയിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് 3000 വെച്ച് കിട്ടും. അതാണ് ആ രാജ്യത്തിൻ്റെ പ്രത്യേകത. ആ രാജ്യത്തെ ഒരു സ്റ്റാൻഡേർഡ് ലെവലിൽ നിർത്തുന്നത് ആ ഒരു പ്രത്യേകതയാണ്. റഷ്യൻ്റെ വാല്യൂ പറഞ്ഞാൽ റഷ്യൻ്റെ മൂല്യത്തിൻ്റെ റഷ്യയിൽ കിട്ടുന്ന സാലറിയൊക്കെ വളരെ ഹൈ ലെവൽ സാലറിയാണ്. ചെറിയ സാലറി ഒന്നുമല്ല റഷ്യയിൽ കിട്ടുന്നത്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും രാജ്യത്ത് എല്ലാം കഴിച്ചിട്ട് ഒരു 60,000-70,000 കിട്ടുമോ? അല്ല, പല രാജ്യത്തും അങ്ങനെ കിട്ടത്തില്ല. റഷ്യ എന്ന് പറഞ്ഞാൽ വലിയ ഡെവലപ്ഡ് കൺട്രി എന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാലും റഷ്യയിൽ അത്യാവശ്യം നോർമൽ സാലറി കിട്ടുന്ന ആൾ, പക്ഷെ അത്യാവശ്യം കഠിനമായിട്ടുള്ള ജോലികളുണ്ടാവും, ഹാർഡ് വർക്ക് ഉണ്ടാവും. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ഇൻകം നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ വെറുതെ പ്രതീക്ഷകളൊക്കെ ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ തന്ന ഏജൻസികൾ നിങ്ങൾ കടത്തിവിട്ട് അവിടത്തേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ട് അങ്ങനെ പ്രതീക്ഷകളായിട്ടൊന്നും വരണ്ട.
നിങ്ങൾക്ക് അത്യാവശ്യം സ്റ്റാൻഡേർഡുള്ള ജോലിയും കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ റഷ്യയിൽ നിങ്ങൾക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാൻ പറ്റും. അടിച്ചു പൊളിച്ചൊന്നും ജീവിക്കാനൊന്നും എന്തായാലും പറ്റില്ല. എന്നാലും അടിച്ചു പൊളിച്ച് ജീവിക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള PR ഓ TR ഓ റഷ്യൻ പാസ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള നമുക്ക് നോർമലി ആയിട്ടുള്ള 5-6 മണിക്കൂറുള്ള സാലറി കിട്ടി നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എൻജോയ്മെൻറ്റ് ജീവിക്കാൻ പറ്റും. പക്ഷേ ഈ പലർക്കും അറിയാത്തൊരു സംഭവമുണ്ട്, 1 year വിസ. 1 year വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഇവിടെ എൻ്റർടൈൻമെൻറ്റിനായിട്ട് നിങ്ങൾ ഉദ്ദേശിച്ച് വരാണെങ്കിൽ അത് നോക്കണ്ട. അതിലൊന്നും വലിയ എൻ്റർടൈൻമെൻറ്റൊന്നും നിങ്ങൾക്ക് കിട്ടില്ല. കമ്പനീൻ്റെ റൂളും ആസ് പെർ ദ കമ്പനി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അതനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് നിങ്ങളെ ഫ്രീഡം കിട്ടുക. കമ്പനി ആയിരിക്കും ഡിസൈഡ് ചെയ്യുക നിങ്ങൾ എന്ത് ചെയ്യണം, എങ്ങനെ പോകണം, എന്ത് ഭക്ഷണം കൊടുക്കണം, എവിടെ എത്ര ലീവ് കൊടുക്കണം. അത് തന്നെ നിങ്ങളെ കൂടെ വേറെ ആരെങ്കിലും നിങ്ങളെ ഒരു ലീവ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെ കൂടെ കമ്പനിയിൽ നിന്നുള്ള ഒരാൾക്കാരെ അയക്കണോ, എല്ലാ കാര്യങ്ങളും കമ്പനി ഡിസൈഡ് ചെയ്യും. നിങ്ങളുടെ മൊത്തം റെസ്പോൺസിബിലിറ്റി കമ്പനിക്കായിരിക്കും. അതാണ് കമ്പനീൻ്റെ 1 year വിസൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ അത് ആ വിസയിലൊക്കെ നിങ്ങൾക്ക് ഒരു 50-ൻ്റെ ഉള്ളിലേക്ക് സാലറി വരത്തുള്ളൂ, വലിയൊരു എമൗണ്ടൊന്നും നിങ്ങൾക്ക് കിട്ടത്തില്ല. പിന്നെ ഓപ്പൺ വിസകളായിട്ടുണ്ട്. അത് റഷ്യൻ ഫെഡറേഷൻ്റെ ഓപ്പൺ വിസ ആയിട്ട് വരാൻ പറ്റുന്ന റഷ്യൻ ഫെഡറേഷൻ്റെ ഒരു വിസയാണ്. റഷ്യൻ ഗവൺമെൻറ് കൊടുക്കുന്ന റഷ്യൻ ഫെഡറേഷൻ്റെ ഒരു 3 വർഷത്തെ വിസയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലാണ് നിങ്ങൾക്ക് ജോബ് ഓപ്ഷൻസ് ഉണ്ട്, ജോബ് മാറിക്കയറാനുള്ള കാര്യങ്ങൾ ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ, അത് വീണ്ടും പറഞ്ഞത് എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ എന്തായാലും ഇത്രയും ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഇങ്ങനെ വളരെ വലിയ വാഗ്ദാനങ്ങൾ നൽകിയിട്ട് നിങ്ങളെ ഇങ്ങനെ പറ്റിക്കുമ്പം അത് നിങ്ങളോട് പറയാണ്. ഇപ്പോൾ എക്സ്പെക്റ്റേഷൻ ഒന്നും ഒരുപാട് വേണ്ട, ഓവർ എക്സ്പെക്റ്റേഷൻ ഒന്നും വെച്ചിട്ട് വരണ്ട. അപ്പോൾ നിങ്ങൾ ആകെ തകർന്നു പോകും. നമ്മൾ നോർമലായിട്ട് ഒരു ജോലി എടുത്ത് ജീവിക്കുക എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിൽ വന്നാൽ മതി റഷ്യയിലേക്ക്. അങ്ങനെ വലിയൊരു സാലറി ഒന്നും പ്രതീക്ഷിക്കേണ്ട. ഒരു 50-60 പ്രതീക്ഷിച്ച് ആ ഒരു രീതിയിൽ നിങ്ങളെ കാര്യങ്ങൾ നോക്കി കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ മാത്രം വരിക. ഒരുപാട് എക്സ്പെക്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു എക്സ്പെക്റ്റേഷൻ വെച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ജോലി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എല്ല് പൊട്ടുന്ന ജോലി ഉണ്ടാവും, അത്യാവശ്യം കഷ്ടപ്പാടായിരിക്കും. കഷ്ടപ്പെട്ടനുസരിച്ച് എത്രത്തോളം നിങ്ങൾ കഷ്ടപ്പെടുന്ന അതിനനുസരിച്ചിട്ടുള്ള ഒരു ഇൻകം നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും റഷ്യ അങ്ങനെ ഒരു രാജ്യമാണ്. കാരണം വെച്ചാൽ നിങ്ങളെ ജോലിക്കനുസരിച്ചുള്ള ശമ്പളം നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എൻ്റെ കാര്യങ്ങൾ മനസ്സിലായി കാണുന്നത്. പക്ഷേ ഇപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ട് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ റഷ്യൻ്റെ വിസൻ്റെ ലാഗിങ് വരുന്നുണ്ട്, നല്ല ലാഗിങ് വരുന്നുണ്ട് ഇപ്പോൾ വിസ കിട്ടാൻ വേണ്ടിയിട്ട്. മുമ്പത്തെ പോലെയല്ല, മുമ്പൊക്കെ പെട്ടെന്ന് കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരുപാട് പേര് റഷ്യയിലേക്ക് അപ്ലൈ ചെയ്യുന്ന കാരണം വിസ ലാഗിങ് വരുന്നുണ്ട്. അത് മനസ്സിലാക്കുക. എന്താ എല്ലാവർക്കും കിട്ടും, അപ്ലൈ ചെയ്ത ആൾക്കാർക്കൊക്കെ ഒന്നും കിട്ടാതിരിക്കില്ല, എല്ലാവർക്കും കിട്ടും. അതിൻ്റെ ആ ഒരു ടൈം പീരീഡ് എന്തായാലും കുറച്ച് ഒരു ചെറിയ ലാഗിങ് അങ്ങോട്ടും ഇങ്ങോട്ടും ആവുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്നിരുന്നാലും വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയുള്ള എല്ലാ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.